സാറിലേക്ക് എത്തിപ്പെട്ടത്? അത് യാദൃശികമായിട്ടാണ്. ഞാനിങ്ങനെ ഒരു മാർക്കറ്റിൽ അധികം ഇതില്ലാത്തൊരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഇല്ലാത്തതിന്റെ ഒരു കുഴപ്പമുണ്ടായിരുന്നത് ഈ പറഞ്ഞ മാതിരിയാണ്. ആൾക്കാർ നോളജ് ഇല്ല എന്നുള്ളത്. സാർ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം എത്ര നാളായി ഒന്ന് സ്റ്റേബിൾ ആവാനായിട്ടുള്ള ഒരു ഏകദേശം ഒരു 3.5-4 കൊല്ലത്തോളം എടുത്തു. അപ്പൊ അതുവരെ കോൺസ്റ്റന്റ് ആയിട്ട് ഡെയിലി സ്ട്രഗിൾ ചെയ്ത് ഭയങ്കര സ്ട്രഗിളിങ് തന്നെയായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഡെയിലി എങ്ങനെയായിരുന്നു കാര്യങ്ങൾ? അല്ല, ഇതിൽ സത്യം പറഞ്ഞാൽ ഇതിന്റെ തുടക്കത്തില് ഇത് സാധനം ഉണ്ടാക്കുന്നതും വിൽക്കുന്നതും പാക്ക് ചെയ്യുന്നതും എല്ലാം ഞാൻ തന്നെയായിരുന്നു. അവിടെ നിന്ന് പിന്നെ സ്റ്റാർട്ടിങ് ഉള്ള ഒരു സ്ട്രഗിളിങ് കഴിഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ സ്റ്റാഫുകളെ ആഡ് ചെയ്തു, അവന്മാര് ഗോഡൗൺ എടുത്തു, ഓഫീസ് ഓടുന്നു, അങ്ങനെയൊക്കെ ചെയ്ത് കുറേശ്ശെയായിട്ട് ഇപ്പോൾ ഏകദേശം 10-42 സ്റ്റാഫുകളുണ്ട്. ഇനി വരുന്ന ആളുകൾ ബിസിനസ് തുടങ്ങണമെന്ന് മൈൻഡുള്ള ആളുകളോട് എന്താണ് ഒരു അഡ്വൈസ് കൊടുക്കാനുള്ളത്? അല്ല, നമ്മൾ എന്ത് തുടങ്ങുകയാണെങ്കിലും അതിനെപ്പറ്റി 100% പഠിക്കുക. നമ്മൾ അറിയാത്തൊരു കാര്യമാണെങ്കിൽ അതിനെപ്പറ്റി 100% പഠിക്കുക. മനസ്സിലാക്കിയതിന് ശേഷം അതിലേക്ക് ഇറങ്ങാം. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊണ്ടിരുന്നിട്ട് അതിനെപ്പറ്റി പിന്നാലെ ചാടനേക്കാൾ നല്ലത് നമ്മൾ അതിൻ്റെ 100% അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മളതിൻ്റെ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു യൂസർക്ക് നമ്മൾ ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അതിന് 100% നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ കൺസേൺ എന്താണ് അതിൻ്റെ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റണം. അതിൻ്റെ ക്വാളിറ്റി എന്താണ് വേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും.